നമസ്കാരം. ജർമ്മനിയിൽ താമസമുള്ള 29-കാരനായ യൂട്യൂബർ ധ്രുവ് റാട്ടിയുടെ മൈൻഡ് ഓഫ് എ ഡിക്റ്റേറ്റർ എന്ന പുതിയ വീഡിയോയ്ക്ക് 17 മണിക്കൂറിൽ ഒഴുകി വന്നത് 68 ലക്ഷം കാഴ്ചക്കാർ. നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടുള്ള പുതിയ വീഡിയോയ്ക്കാണ് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെത്തിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ആഴത്തിൽ നടത്തുന്ന ഇടപെടലുകളാണ് ധ്രുവ് റാട്ടിയുടെ വീഡിയോകളെ ഏറെ ശ്രദ്ധേയമാക്കിയത്. ഹിന്ദിയിൽ സ്ഥിരമായി വീഡിയോ ചെയ്തു പോന്നിരുന്ന ധ്രുവ് റാട്ടി അടുത്തിടെ AI സങ്കേതത്തിന്റെ സഹായത്തോടെ 5 പ്രധാന ഇന്ത്യൻ ഭാഷകളിലും വീഡിയോ റിലീസ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. തൊട്ടു മുമ്പ് പോസ്റ്റ് ചെയ്ത ധ്രുവിന്റെ വീഡിയോ 2 കോടി പേരാണ് കണ്ടത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ട ജനപക്ഷ നാവാണ് ധ്രുവ് റാട്ടിയിലൂടെ സംസാരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിന് പോലും മോദി ഭരണകൂട ചെയ്തികളെ ഇത്ര തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യവും സംശയമാണ്. പുതിയ വീഡിയോയിൽ മോദിയുടെ ഏകാധിപത്യവും ഇരട്ട വ്യക്തിത്വവും അവസരവാദത്തെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. തന്നെ പുകഴ്ത്തുന്നവരെ കൂടെ നിർത്തുകയും തള്ളിപ്പറയുന്നവരെ തുരത്തുകയും ചെയ്യുന്ന മോദിയുടെ ചരിത്രവും വാർത്തകളും ദൃശ്യങ്ങളും പരിശോധിക്കുന്നുമുണ്ട് ഈ വീഡിയോയിൽ. 1996-ൽ മനഃശാസ്ത്രജ്ഞനും മാധ്യമപ്രവർത്തകനുമായ ആശിഷ് നന്ദിയും മോദിയും തമ്മിൽ നടത്തിയ സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീഡിയോ ആരംഭിക്കുന്നത്. അവസരവാദവും ഒരേ കാര്യത്തിൽ വിവിധയിടങ്ങളിൽ മോദി സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളും വീഡിയോയിൽ ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. ഒരേ സമയം മുസ്ലിങ്ങളെ തള്ളിപ്പറയുകയും അവരുടെ സ്വാധീന മേഖലയിലെത്തുമ്പോൾ മാറ്റിപ്പറയുകയും ചെയ്യുന്ന മോദിയുടെ ഇരട്ട മുഖത്തെയും വീഡിയോയിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ട്രാവൽ വ്ളോഗുകൾ ചെയ്താണ് യൂട്യൂബിലേക്ക് ധ്രുവ് എത്തുന്നത്. പിന്നീട് വാർത്തകൾക്ക് പിന്നിലെ സത്യം തിരയുന്ന വീഡിയോകളിലേക്ക് മാറിയ ധ്രുവ് റാട്ടി ഒടുവിലാണ് രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോകളിലേക്ക് തിരിഞ്ഞത്. സാധാരണക്കാരിലേക്ക് എളുപ്പത്തിലെത്താൻ ലളിത ഹിന്ദിയിലൂടെയാണ് സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങൾ ധ്രുവ് റാട്ടി അവതരിപ്പിച്ചു പോരുന്നത്. തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടം പിന്നിടുമ്പോൾ പുറത്തു വന്ന വീഡിയോ മോദിക്കും BJPക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുറപ്പ്.